കുറച്ച് എല്ലുകളൊക്കെ ചെറുതാണ് കേട്ടോ, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. മജ്ജയുള്ള ഭാഗങ്ങളാണ് പെട്ടെന്ന് വേവാത്തത്, അതാണ് അത് അടിയിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്തതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. അതിൻ്റെ മേലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇനി അവസാനത്തെ ലെയറാണ്, അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരൽപ്പം മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉലുവ, വലിയ ജീരകം, കറിവേപ്പില, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കും. നമ്മളത് അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് അത് വേവുന്നതിന് അതിൻ്റെ കൂടെയുള്ള അത്രയും വെള്ളവും നമ്മൾ വെച്ച് കൊടുക്കണം, നല്ല വേവുള്ള സാധനമായതുകൊണ്ട് തന്നെ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിന് നമ്മുടെ എടുത്ത എല്ലിൻ്റെ അതിൻ്റെ മേൽഭാഗം വരുന്ന വിധത്തിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 5-6 മണിക്കൂറിന് ശേഷം അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു തവി ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓരോ എല്ലായിട്ട് എടുത്ത് മാറ്റി മാറ്റി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ആദ്യം ചെറിയ എല്ലുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേവുന്നതിനനുസരിച്ച് ചെറിയ എല്ലുകൾ ആദ്യം മാറ്റിയെടുക്കുകയും മജ്ജയുള്ള എല്ലുകൾ അവസാനത്തേക്ക് വെച്ച് അതിലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാൻ വേണം കേട്ടോ. ഇത് നമ്മുടെ എല്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് റെഡി ആക്കിയിട്ടുള്ളത് നെയ്ച്ചോറായിരുന്നു കേട്ടോ. നെയ്ച്ചോറും പാലും കഴിക്കാനുള്ളതിൽ രാത്രിയിലേക്കാണ് ഇത് വെന്ത് കിട്ടിയത്. അപ്പോൾ രാത്രിയിലേക്ക് അതുകൊണ്ട് തന്നെ രാത്രിക്ക് നെയ്ച്ചോറ് വെക്കാൻ കരുതി. അപ്പോൾ നെയ്ച്ചോറ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് മൂപ്പിച്ചെടുത്തു. സവാള ഒന്ന് ഒരു 1/4 മൂപ്പ് വരുമ്പോൾ, നിറം മാറണ്ട, ഒരു 1/4 മൂപ്പ് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, പിന്നെ നമ്മുടെ മസാലക്കൂട്ടുകൾ, കറിവേപ്പില, കശുവണ്ടി, മുന്തിരി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് ചേർത്തൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നെയ്ച്ചോറ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നെയ്ച്ചോറിന് വേറൊരു കളറായിരിക്കും വരിക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരല്പം വലിയ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അപ്പോൾ അതുപോലെ ആവശ്യത്തിന് നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ അരി ഒന്ന് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് അരി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒട്ടും ഇല്ലാതെ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് കോളായി പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക. നമുക്ക് നന്നായി ഒന്ന് അടച്ച് വെച്ചൊന്ന് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ച് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ തീ നമുക്ക് സിം മോഡിലേക്ക് മാറ്റിയിടാം കേട്ടോ. സിം മോഡിൽ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറി നമ്മുടെ നെയ്ച്ചോറൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. ഇതാ നമ്മുടെ നെയ്ച്ചോറ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നമ്മുടെ നെയ്ച്ചോറൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായിരുന്നു ഇത്. അപ്പോൾ ഈ വെന്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് മേലെ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് തൂവി കൊടുക്കുക. ഇളക്കി വെക്കേണ്ടതില്ല, നെയ്യ് തൂവി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ വിഭവം, പോത്തുംകാലും നെയ്ച്ചോറും കേട്ടോ. ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.